Hello my dear learners. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് കോട്ടൺ ഇൻഡസ്ട്രി വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ട്രാൻസ്പോർട്ട് തുടങ്ങി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കണം കേട്ടോ. ആസ് റിഗാർഡ്സ് ട്രാൻസ്പോർട്ട്, ദ ഓൾഡ് റോഡ്സ് വെർ ഇൻ ബാഡ് കണ്ടീഷൻ. ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്നത്തെ പഴയ റോഡുകളൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇനി നാവിഗേഷൻ ബൈ സീ ആൻഡ് റിവർ ഇറ്റ് വാസ് ഓൾസോ വെരി സ്ലോ. അതായത് കടലിലൂടെയും പുഴകളിലൂടെയും ഉള്ള ആ ഒരു നാവിഗേഷനും വളരെ സ്ലോ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നോ റെയിൽവേസ് ഓർ എയർപ്ലെയിൻസ്, അന്ന് ഇതൊന്നും കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ വാസ് ദ നെസസിറ്റി ഓഫ് ഇംപ്രൂവിങ് ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. ആൻഡ് ജോൺ മെറ്റ്കാഫ്, തോമസ് ടെൽഫോർഡ് ആൻഡ് ജോൺ മെക്കാഡം made tremendous improvements in the art of road construction. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷനിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ഈ ജോൺ മെറ്റ്കാഫ്, തോമസ് ടെൽഫോർഡ് ആൻഡ് ജോൺ മെക്കാഡം ഇവർക്ക് കഴിഞ്ഞു. And gravel, stone and tar were used in making Pakka roads, and a network of roads was laid all over the country. അപ്പോൾ മെറ്റൽസും ഈ ഗ്രേവലും ടാറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നല്ല രീതിയിലുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ റോഡ് നെറ്റ്വർക്കുകളും ആ രാജ്യം മുഴുവനായിട്ട് കൊണ്ടുവന്നു. ട്രാവലിംഗ് ബൈ കോച്ച് ബിക്കം മോർ കംഫർട്ടബിൾ ആൻഡ് ട്രാൻസ്പോർട്ട് ക്വിക്കർ. അപ്പോൾ അങ്ങനെ ഇതുവഴിയുള്ള യാത്ര പെട്ടെന്ന് കംഫർട്ടബിൾ ആയിരിക്കും, പെട്ടെന്ന് തന്നെ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാനും ഇത് ഹെൽപ്പ് ചെയ്തു. ആൻഡ് അക്കോർഡിംഗ് ടു എ ഡിസ്റ്റിങ്വിഷ്ഡ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ, മെക്കാഡമൈസിംഗ് വാസ് നോട്ട് ഓൺലി ഇൻ ഇറ്റ്സ് ലിബറൽ സെൻസ് എ പ്രാക്ടിക്കൽ വർക്ക് ഓഫ് ഗ്രേറ്റ് പബ്ലിക് യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ് ബിക്കം എ സിംബൽ ഓഫ് ഓൾ പ്രോഗ്രസ് ആൻഡ് മെറ്റഫറിക്കലി യൂസ്ഡ് ഇൻ common parlance for any aspect of new age were improved and uniform scientific methods were in demand. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അതായത് ഇൻവെൻറ്റ് ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും സയൻറ്റിഫിക് മെത്തേഡ്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പബ്ലിക്സിന് വേണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നതാണ് അന്നത്തെ ആൾക്കാർ കൂടുതലായിട്ടും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. And elder canals were dug. George Stephenson is called the father of steam locomotive. But George Stephenson ആണ് father of locomotive ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. And he invented the first locomotive for hauling coal over iron rails. ഈ കോള് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീം ലോക്കോമോട്ടീവാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് മൂവ്ഡ് എ സ്പീഡ് ഓഫ് 3 miles an hour. 3 മൈലുകൾ ഒരു മണിക്കൂറിനുള്ളിൽ അത്രയ്ക്കും യാത്ര ചെയ്യാനുള്ള സ്പീഡ് അതിനുണ്ടായിരുന്നു. ആൻഡ് ഗ്രാജുവലി ഇറ്റ് വാസ് ഇംപ്രൂവ്ഡ്. വീണ്ടും അത് കുറച്ചും കൂടി അതിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് 1823 എ ലോക്കോമോട്ടീവ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ന്യൂ കാസിൽ. അപ്പോൾ കൂടുതൽ ലോക്കോമോട്ടീവ്സ് വന്നതോടെ ഒരു ലോക്കോമോട്ടീവ് ഫാക്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്തു. അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ലിവർപൂൾ മാഞ്ചസ്റ്റർ റെയിൽവേ ഇൻ 1830 ലോക്കോമോട്ടീവ് മൂവ്ഡ് അറ്റ് ദ സ്പീഡ് ഓഫ് 30 miles an hour. 3 മൈൽ എന്നുള്ളത് 30 മൈലുകൾ വരെ ഇതിന് സ്പീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഇൻവെൻഷൻ ഓഫ് ലോക്കോമോട്ടീവ്സ് ആൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് വെർ എ ഗ്രേറ്റ് ബൂൺ ടു മാൻകൈൻഡ്. അപ്പോൾ അതുവരെ റെയിൽവേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലോക്കോമോട്ടീവ്സിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേസിൻ്റെയും ഒക്കെ ഇൻവെൻഷനോടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ അത് മനുഷ്യർക്ക് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബൂൺ, ഒരു ദാനം, ഒരു വരമായിരുന്നു. ആൻഡ് ഇറ്റ് ബിക്കം പോസിബിൾ ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് മോർ സ്പീഡ്ലി ആൻഡ് ചീപ്ലി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ചീപ്പായിട്ടും പെട്ടെന്നും എത്തിക്കാനായിട്ട് സാധനങ്ങൾ എത്തിക്കാനായിട്ട് പറ്റിയിരുന്നു. ആൻഡ് ഹിസ് മോട്ടീവ് പവർ ഓഫ് സ്റ്റീം വാസ് ഓൾസോ അപ്ലൈഡ് ടു ട്രാൻസ്പോർട്ട് ബൈ സീ. ഇനി സ്റ്റീം യൂസ് ചെയ്തിട്ട് കടൽ മാർഗമുള്ള യാത്രയും അതുപോലെ തന്നെ സ്പീഡിലാക്കാനായിട്ട് പറ്റി. അത് സ്റ്റീം ബോട്ടുകൾ, റോബർട്ട് ഫുൾട്ടൺ സ്റ്റീം ബോട്ടുകൾ കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഒരു 150 മൈലുകൾ 32 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാനായിട്ട് പറ്റുമായിരുന്നു. ആൻഡ് ദ ഫസ്റ്റ് റെഗുലർ സ്റ്റീം ബോട്ട് സർവീസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ വാസ് ഇനോഗ്രേറ്റഡ് ഇൻ 1812 ആദ്യത്തെ സ്റ്റീം ബോട്ട് സർവീസ്, അതായത് റെഗുലർ സ്റ്റീം ബോട്ട് സർവീസ് ബ്രിട്ടനിൽ ആരംഭിച്ചത്.
In 1819, the first steamship, the Savannah, crossed the Atlantic from the United States to England in 29 days with the help of sails. അങ്ങനെ 1819 ആദ്യത്തെ സ്റ്റീംഷിപ്പ് സാവന്ന എന്ന പേരുള്ള സ്റ്റീംഷിപ്പ് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തു 29 ദിവസം കൊണ്ട്. ഇനി അടുത്ത ഫാരഡേയുടെ ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് അയൺ പ്ലേറ്റ്സ് വിത്ത് നിക്കൽ സ്റ്റോപ്ഡ് റസ്റ്റിംഗ്. അപ്പോൾ അയണൊക്കെ പെട്ടെന്ന് തുരുമ്പെടുക്കും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിക്കൽ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് മെഷീൻസിൻ്റെ ലൈഫ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് സീമെൻസ് ഡൈനമോ സപ്ലിമെൻറ്റഡ് സ്റ്റീം പവറിന് പകരമായിട്ട് ഈ ഡൈനമോ കണ്ടുപിടിച്ചു. പിന്നെ ഇലക്ട്രിക് ലൈറ്റിംഗ് കണ്ടുപിടിച്ചു. കെൽവിൻ എനേബിൾ സബ്മറൈൻ കേബിൾസ്, അങ്ങനെ പുതിയ ഒരുപാട് ഇൻവെൻഷൻസ് അവിടെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻഡസ്ട്രീസിനെയും അതുപോലെ ട്രാൻസ്പോർട്ട് അങ്ങനെ എല്ലാ ഫീൽഡിലുമുള്ള ഡെവലപ്മെൻ്റ് ആയിരുന്നു ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പീരീഡ് ബിറ്റ്വീൻ 1830 ആൻഡ് 1848 വാസ് ദ ഹീറോയിക് ഏജ് ഓഫ് റെയിൽവേ ബിൽഡിങ്ങിൻ്റെ ഒരു ഹീറോയിക് ഏജ് ആയിട്ട് നമുക്ക് 1830 മുതൽ 1848 വരെയുള്ള കാലഘട്ടത്തെ പറയാം. കാരണം റെയിൽ റോഡ്സ് were resisted by the existing interest of roads and canals, and there were people who had advanced money for making and repairing the turnpike roads and canals. ആൾക്കാർ ഈ മണി സ്പെൻഡ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ടാണ്, റോഡുകളും കനാലുകളൊക്കെ പുതുക്കി പണിയാനായിട്ട് അല്ലെങ്കിൽ പുതിയ റോഡുകൾ നിർമ്മിക്കാനായിട്ട്. ആൻഡ് സം പീപ്പിൾ വർ മേക്കിംഗ് എ ലിവിങ് എസ് കോച്ച് മേക്കേഴ്സ്, ഹാർനസ് മേക്കേഴ്സ്, ഹോഴ്സ് ഡീലേഴ്സ്, ഇൻ കീപ്പേഴ്സ് എക്സെട്ര. അപ്പോൾ ഇവരൊക്കെ ഈ കോച്ച് മേക്കേഴ്സും അതുപോലെ ഹോഴ്സ് ഡീലേഴ്സും ഇൻ കീപ്പേഴ്സൊക്കെയാണ്. ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഗെറ്റ് ത്രൂ ദ പാർലമെൻറ്റ് ബിൽ പെർമിറ്റിംഗ് ദ മേക്കിംഗ് ഓഫ് റെയിൽ റോഡ് ബിറ്റ്വീൻ ലിവർപൂൾ ആൻഡ് മാഞ്ചസ്റ്റർ ഫെയിൽഡ്. അപ്പോൾ ആദ്യത്തെ പാർലമെൻറ്റിൽ ഒരു റെയിൽ റോഡ് നിർമ്മിക്കണം ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെ എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് ഫെയിലിയറായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് റെയിൽ റോഡ് ബിൽഡേഴ്സ് ആർ പയനേഴ്സ് ആൻഡ് ദേ ഇൻകേർഡ് ദ കോസ്റ്റ് ആൻഡ് ബേർഡൻസ് ഓഫ് ഓൾ പയനേഴ്സ് ആൻഡ് പെയ്ഡ് ദ പ്രൈസ് ഫോർ ടെക്നിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് മിസ്റ്റേക്സ്. പക്ഷേ ഈ ബ്രിട്ടീഷ് റെയിൽ റോഡ് ബിൽഡേഴ്സ് അവർ ഇതിൽ പയനേഴ്സായിരുന്നു, ഇതിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്നവരായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഇതിനുള്ള കോസ്റ്റും ബേർഡനൊക്കെ ചെയ്യാനും അതുപോലെ ടെക്നിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്താനും അവർ റെഡിയായിരുന്നു. ആൻഡ് ഓപ്പണിംഗ് ഓഫ് ലിവർപൂൾ ആൻഡ് മാഞ്ചസ്റ്റർ റെയിൽവേ ഇൻ 1830 ഇനോഗ്രേറ്റഡ് ദ ന്യൂ എറ. അങ്ങനെ ഒടുവിൽ 1830 അവിടെ ഈ റെയിൽ റോഡ് ഇനോഗ്രേറ്റ് ചെയ്തു. 1938 there were 490 miles of railroad in England and Wales and 50 in Scotland. ഇംഗ്ലണ്ടിൽ ഏകദേശം 490 മൈലുകൾ റെയിൽ റോഡ് നിർമ്മിച്ചു. അതുപോലെ തന്നെ 50 മൈൽസ് സ്കോട്ട്ലാൻഡിലും ഈ റെയിൽ റോഡ് നിർമ്മിച്ചു. ആൻഡ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മോർ ദാൻ 13 മില്യൺ പൗണ്ട്, അതായത് ഇത്രയും രൂപ അവർക്ക് അന്ന് ആവശ്യമായിരുന്നു. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് 1850 ആകുമ്പോഴത്തേക്കും 6621 മൈൽസ് റെയിൽ റോഡിൻ്റെ പണി ആരംഭിക്കുകയും ഏകദേശം അത് പാതിയോളം എത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പീരീഡ് ആയപ്പോഴത്തേക്കും. അതിന് രണ്ട് ബൂം പീരീഡ് എന്ന് പറയുന്നത് 1836 ആൻഡ് 1844 to 47 ആണ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എങ്കിലും ഒരുപാട് പുരോഗതിയും ഡെവലപ്മെൻറ്റും ഇംപ്രൂവ്മെൻറ്റും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ദ റവല്യൂഷൻ ഇൻ ട്രാൻസ്പോർട്ട് ത്രൂ റെയിൽവേ ബ്രോട്ട് വിത്ത് ഇറ്റ് ന്യൂ ഡിമാൻഡ്സ് ഫോർ കോൾ ആൻഡ് അയൺ. അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്തതോടെ കോൾ അയേൺ ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. And Britain's coal output, which was about 16 million tons in 1850, rose to 13 million. അപ്പോൾ 16 മില്യൺ കോൾ ഔട്ട്പുട്ടാണ് ബ്രിട്ടൻ ഉണ്ടായിരുന്നത്. അപ്പോൾ റോഡുകളുടെയും റെയിൽവേയുടെയൊക്കെ നിർമ്മാണത്തോടെ അത്
എത്രയായിട്ട് വർദ്ധിച്ചു? 30 മില്യൺ ടണ്ണായിട്ട് കൂടി. 1835 ആകുമ്പോഴത്തേക്ക് 1848 ആകുമ്പോഴത്തേക്കും അത് 50 മില്യൺ ആയിട്ട് കൂടുകയുണ്ടായി. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൈവരിക്കാൻ ഈ റോഡുകൾ കൊണ്ട് ബ്രിട്ടന് സാധ്യമായി. പിന്നെ എൻജിനീയറിംഗ് പ്രോപ്പർ ആൻഡ് ദ ഇൻഡസ്ട്രീസ് ഡിവോട്ടഡ് ടു മേക്കിംഗ് മെഷീൻസ് വാസ് സ്റ്റിൽ സ്മോൾ സ്കെയിൽ ഇൻ 1848. പക്ഷേ ഈ എൻജിനീയറിംഗ് ഇൻഡസ്ട്രി, എൻജിനീയറിംഗ് ടെക്നിക്സ് ഇതിലൊക്കെ കൂടെ ഇവർക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവേണ്ടതായിട്ട് ഉണ്ട്. ഈ റെയിൽ റോഡ് വന്നതോടെ അത് വലിയ വലിയ കോൺട്രാക്ടേഴ്സ് ഉണ്ടായി തുടങ്ങി. ആൻഡ് ദേ ഓഫേർഡ് എംപ്ലോയ്മെൻറ്റ് ടു തൗസൻഡ്സ്. ഒരുപാട് ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ റെയിൽവേ ജോലി കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്തു. ഇനി above all the other commodities, cotton was linked with the expansion of British overseas trade. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ട്രേഡ് ചെയ്തിരുന്ന ബ്രിട്ടൻ കോട്ടൺ ഇൻഡസ്ട്രീസിലും കൂടെ ഒരു എക്സ്പാൻഷൻ നടത്താൻ ഈ റെയിൽ റോഡുകൾ കൊണ്ട് ബ്രിട്ടനെ അതിന് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ടെക്സ്റ്റൈൽസ് ആസ് എ ഹോൾ എംപ്ലോയ്ഡ് മോർ ദാൻ 1 മില്യൺ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. കോട്ടൺ ഇൻഡസ്ട്രിയിൽ ഏകദേശം 500,000 പീപ്പിളാണ് ഈ കോട്ടൺ ഇൻഡസ്ട്രിയിൽ മാത്രം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോട്ടൺ ട്രേഡ് കൂടിയതോടെ അത് ഷിപ്പിങ്ങിനെയും അത് ബൂസ്റ്റ് ചെയ്തു. 1827 തുടങ്ങി 48 വരെ ബ്രിട്ടൻ്റെ ടോട്ടൽ ടണ്ണേജ് എന്ന് പറയുന്നത് സെയിലും സ്റ്റീമൊക്കെ ആയിട്ട് അതുവഴിയൊക്കെ ആയിട്ട് 2 to 4 മില്യൺ ടണ്ണായിട്ട് അത് കൂടി. 19th സെഞ്ച്വറി ആകുമ്പോഴത്തേക്കും 60% ഓഫ് ദ വേൾഡ്സ് ഓഷ്യൻ ഗോയിങ് ടണ്ണേജ് വാസ് ബ്രിട്ടീഷ്. 60% ഈ ഓഷ്യൻ ഗോയിങ് ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ മാത്രമായിട്ട് മാറി. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്. ദ ടണ്ണേജ് ഓഫ് ഓൾ ഷിപ്പിംഗ് എൻറ്റേർഡ് ആൻഡ് ക്ലിയർഡ് ഫ്രം പോർട്ട്സ് ഇൻ യുണൈറ്റഡ് കിങ്ഡം റോസ് ഫോർ 6 മില്യൺ ടൺസ്. പിന്നീട് അത് 14 മില്യൺ ആയിട്ട് മാറി. 1850 ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന്ന് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബ്രിട്ടന് പറ്റി. ബട്ട് ഓൾസോ ആസ് ദ ഷിപ്പർ ട്രേഡ് ആൻഡ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ദ ബാങ്കർ ഓഫ് ദ വേൾഡ്. ബ്രിട്ടൻ ലോകത്തിൻ്റെ തന്നെ ബാങ്കറായിട്ട് മാറി. കാരണം അത്രയും ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നേടിയെടുക്കാനായിട്ട് ബ്രിട്ടന് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഇക്കണോമിക് റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീൽഡിൽ ഈ നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായി. ആൻഡ് വെറൈറ്റി ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് ഗുഡ്സ് ബിഗാൻ ടു ബി മാനുഫാക്ചർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരേ രീതിയിലുള്ള മൈനിങ്ങും അങ്ങനെ അയേൺ ഇൻഡസ്ട്രി അതല്ലാണ്ട് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ആർട്ടിക്കിൾസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ദ ഫാക്ടറി ലെഡ് ടു ദ ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടിയപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ വന്നു, മാസ് പ്രൊഡക്ഷൻ ഉണ്ടായി. ആൻഡ് ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഡസ്ട്രി വാസ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് കൊമേഴ്സ്. ആൻഡ് ആഫ്റ്റർ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഡസ്ട്രി ബിക്കം എ ബിഗ് ചോയ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം അത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് മാത്രമായിരുന്നു. പിന്നീട് അത് ഒരു വലിയൊരു ചോയ്സ് ആയിട്ട് മാറി. എന്തിനാണ്? ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. And it was the industry that furnished commerce with an ever increasing supply of saleable commodities. അതായത് കമ്മോഡിറ്റീസിൻ്റെ സപ്ലൈ കൂടി, പ്രൊഡക്ഷൻ കൂടി, അങ്ങനെ കൊമേഴ്സ് ഗ്രൂ അപ്പ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഒരു തിരമില്ലാതെ ബ്രിട്ടൻ്റെ കൊമേഴ്സ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. And the industrial revolution created ripened wealth which came to own by the capitalists with the progress of industrial revolution. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടെ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള ഒരു ക്ലാസ് ഉയർന്നു വന്നു. ആൻഡ് ദർ വാസ് മച്ച് ഓഫ് ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ബൈ മെഷീൻസ് സാറ്റിസ്ഫൈഡ് ലാവിഷ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ on non-productive display. Only a small fraction of total increase in wealth was immediately consumed. Growth of പിന്നെ അടുത്തെന്ന് പറയുന്നത് growth of joint stock companies with limited liability facilitated the investment of surplus capital. joint stock കമ്പനികൾ വന്നതോടെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് ഈ സർപ്ലസ് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ
ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മെഷീൻസ് പ്രൊഡ്യൂസ് മച്ച് മോർ ദാൻ വാട്ട് വാസ് നെസസറി ഫോർ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റ്സിന് ആവശ്യമുള്ളതിനേക്കാൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇത് ഫോറിൻ മാർക്കറ്റിലേക്ക് സർപ്ലസ് ഗുഡ്സൊക്കെ ഫോറിൻ മാർക്കറ്റ്സിലേക്ക് ഡിസ്പോസലിനായിട്ട് അത് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ എന്താ മാർക്കറ്റുകൾ അന്വേഷിച്ച് ഓരോ എന്താ രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കി. ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ദി ന്യൂ ഫിനോമിന ഓഫ് ലാർജ് സ്കെയിൽ ബൂംസ് ആൻഡ് ഡിപ്രഷൻ. ദ ഇൻ്റർവൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലെഡ് ടു ഇക്കണോമിക് ഡിപ്പെൻഡൻസ്. അപ്പോൾ അങ്ങനെ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെയൊക്കെ ഇവർ അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റ്, ഈ സാധനങ്ങളൊക്കെ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ മാർക്കറ്റിലായിരുന്നു ഇവരെ കൊണ്ടുപോയിട്ട് വിറ്റുണ്ടായിരുന്നത്. ആൻഡ് ദ കോട്ടൺ സ്പിൻഡിൽസ് ഓഫ് ബ്രിട്ടൻ ഡിപ്പെൻഡൻ്റ് ഓൺ ഇൻ്റർനാഷണലി സ്റ്റഡി സപ്ലൈ ഓഫ് റോ കോട്ടൺ ഫ്രം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് ബ്രിട്ടൻ ഈ റോ കോട്ടൺ വാങ്ങിയിരുന്നത്. ആസ് urbanization progressed, Britain and Europe, less food was grown in these countries, which become heavy importers of wheat, meat and tropical food products. അപ്പോൾ അങ്ങനെ ഇവിടെ വീണ്ടും ഇവർ എന്താ വീറ്റ്, മീറ്റ്, ട്രോപ്പിക്കൽ ഫുഡ്സ് ഇതിൻ്റെയൊക്കെ വലിയ ഇമ്പോർട്ടേഴ്സായിട്ട് മാറി. ആൻഡ് യൂറോപ്പ് എക്സ്പോർട്ട് മാനുഫാക്ചർഡ് ഗുഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫുഡ്. അപ്പോൾ ഈ ഫുഡിന് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂറോപ്പ് എന്ത് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി? മാനുഫാക്ചർഡ് ഗുഡ്സ്. ആൻഡ് ദ എൻ്റയർ വേൾഡ് ബിക്കം എ മാർക്കറ്റ് പ്ലേസ്. അങ്ങനെ ലോകം മുഴുവനും ഈ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ട്രേഡ് ലോകം മുഴുവനും ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഫോറിൻ കൺട്രീസുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടാക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു. ആൻഡ് പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ടാർ റോഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൽവേ, ടാർ റോഡ്സ്, റെയിൽവേ, സ്റ്റീംഷിപ്പ്, കനാൽ സിസ്റ്റം, ഇതൊക്കെ എന്താ പെട്ടെന്ന് തന്നെ അതിലൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ കാരണം ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ ആണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഗ്രികൾച്ചറിലും കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഗ്രികൾച്ചർ മെഷീൻസ്, മെക്കാനിക്കൽ പ്ലവ്സ്, കൾട്ടിവേറ്റേഴ്സ്, ഡ്രില്ല്, ട്രഷേഴ്സ്, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയിൽ ജോലിക്കാരെ കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ലേബർ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഫാമേഴ്സിൻ്റെ ടൈം എന്താ പെർഫോം ദ വർക്ക് ബെറ്റർ. ഫാമേഴ്സിന് അവരുടെ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലാർജർ പ്രൊഡക്ഷൻ തന്നെയാണ്. മോർ ഫുഡ് ആൻഡ് ഗ്രേറ്റർ പ്രോസ്പെരിറ്റി. അതായത് ഫുഡ് ഗ്രെയിൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രോസ്പെരിറ്റിയും ഇതുവഴി കൂടി. അപ്പോൾ ഇതുവരെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ റിസൾട്ടും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഒരു ലെങ്തി വീഡിയോ ആയി പോകും, നിങ്ങൾക്കും ബോറടിക്കും കേൾക്കുമ്പോൾ. അപ്പോൾ ഇത് നാളത്തെ വീഡിയോയിൽ സോഷ്യൽ റിസൾട്ട്സും ആൻഡ് പൊളിറ്റിക്കൽ റിസൾട്ട്സ് അത് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കമേഴ്ഷ്യൽ റവല്യൂഷനും കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതും കൂടെ ചെയ്താൽ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇനി ഒരു 11-നല്ലേ നിങ്ങൾക്ക് എക്സാം. അപ്പോൾ ഒരു 8-ാം തീയതി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ. മിക്കവാറും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരാൾ ഇത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ ടോപ്പിക്സ് ഞാൻ ആദ്യം ഇടാം. പെട്ടെന്ന് ഇത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് ഇടാം. ഓക്കെ, താങ്ക് യു.